അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. ലോകം നമുക്ക് ഒരു പ്രശ്നമാകുന്നു, നാം ലോകത്തിന് പ്രശ്നമാകുന്നു. ഇങ്ങനെ രണ്ടും പരസ്പരം പ്രശ്നക്കാരാകാതെ ഈ സ്വാമി ഒരു ഉപനിഷത്തിൻ്റെ പേര് തന്നെ പ്രശ്നോപനിഷത്ത് എന്നാണല്ലോ. ആ ഉപനിഷത്ത് വെറും മൊത്തം പ്രശ്നമാണല്ലോ എന്ന്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് സംസ്കൃതത്തിൽ. മലയാളത്തിൽ നമ്മളൊരു ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, ആകെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഞാൻ ബുദ്ധിമുട്ടിലാണ്, ഞാൻ കുറച്ച് സങ്കീർണത അനുഭവിക്കുന്നു, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക. അപ്പം ലോകം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഞാൻ ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ശരി, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചത്, ഞാൻ ലോകത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ലോകം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ ലോകത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ലോകം എനിക്കെന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? മറിച്ച് ലോകം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ പ്രശ്നമായി. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് ആളുകൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതാണ് അവർ ഈ രാവിലെ ആയാൽ ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ശങ്കര ഭഗവത്പാദർ പറഞ്ഞിട്ടില്ലേ, എന്താണ്? നളിനീ ദളഗത ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. നമ്മുടെ ജീവിതത്തെ ഭഗവത്പാദർ നളിനീദളഗത ജലം അതിതരളം തദ്വജ്ജീവിതം, താമര ഇതളിലെ ഒരു തുള്ളി വെള്ളം കണക്കെ വളരെ പരിമിതപ്പെട്ടതാണത്. എപ്പോൾ വേണമെങ്കിൽ താഴെ വീഴാം. അതിൻ്റെ ഇടയിൽ പിന്നെ എന്തൊക്കെയുണ്ട്? വ്യാധി, അഭിമാനം, ഇതുകൊണ്ടൊക്കെ ഗ്രസിച്ചിരിക്കുകയാണ് ലോകം. അപ്പോൾ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് നീ എന്ത് വേണം? താമര ഇതളിലെ വെള്ളത്തുള്ളിയായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിറ്റാച്ച്ഡ്. അപ്പോൾ പ്രശ്നമില്ല. കൃഷ്ണന് കംസൻ ഒരു പ്രശ്നക്കാരനല്ല, പക്ഷെ കംസന് കൃഷ്ണൻ പ്രശ്നക്കാരനാണ്. അതുപോലെ മറ്റു പലർക്കും നമ്മളൊരു പ്രശ്നക്കാരനായിരിക്കാം. നമ്മുടെ നിലപാടുകൾ, നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ നിങ്ങൾക്ക് അവരൊരു പ്രശ്നം, അവരൊക്കെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്ന് കരുതേണ്ട കാര്യമില്ല. അത് അവരുടെ പ്രശ്നം, അവരുടെ പ്രാരബ്ധം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ പറയുന്നത്, എനിക്ക് അങ്ങനെയുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുമ്പം ഭക്തന് നിർവചനം നൽകുകയാണ്. ആ ഭക്തൻ ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചത്. യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ജയഃ ഹർഷാമർഷ ഭയോദ്വേഗൈഃ മുക്തോ യസ ച മേ പ്രിയഃ. 12-ാം അധ്യായം ഭക്തിയോഗം, അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക്, ഈ അധ്യായത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തുടർന്ന് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അനപേക്ഷ ശുചിർദക്ഷഃ ഉദാസീനോ ഗധവ്യതഃ സർവാരംഭപരിത്യാഗീ യോ മദ്ഭക്ത സമേ പ്രിയഃ. അനപേക്ഷ, ഒന്നും അപേക്ഷിക്കാത്തവൻ, ഒരുത്തൻ്റെ അണാപ്പൈ കാമിക്കാത്തവൻ. അതൊരു ഉറപ്പാണ്.
ഈശാവാസ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഈശാവാസ്യമിതം സർവം യത് കിംച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചീത മാ കൃത കസ്യസ്വിധനം. ആരുടേതാണ് ധനം? മാകൃത, അരുത്, ആഗ്രഹിക്കേണ്ട എന്ന് പറയാം, ഒരുത്തൻ്റെ. ഇതിനെയാണ് ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ഈശാവാസ്യോപനിഷത്തിന് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അതിസുന്ദരമാണ്. ആകെ ഗുരുദേവൻ ഒരു ഉപനിഷത്തിനെ മൊഴിമാറ്റിയിട്ടുള്ളൂ. അതുപോലെ സംസ്കൃതത്തിന് ശുദ്ധം മലയാളത്തിലേക്ക്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കൊണ്ട് ചരിക്ക നീ മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ഇത് സിമ്പിളാണ്, പക്ഷെ അങ്ങേയറ്റം ആഴമുള്ളതാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥ, ഇത് മൊഴിമാറ്റം ചെയ്ത് കഴിഞ്ഞ് ഗുരുദേവൻ ചിലരോ ഗുരുദേവൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ചിലരൊക്കെ അടുത്തുള്ളപ്പോൾ ഇതേപോലെ ചൊല്ലിക്കേൾപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇത് കേട്ട ഒരു ഉറപ്പിൽ ഒരു വിദ്വാൻ എണീറ്റ് പോയി എന്നാണ്. പിന്നെ അയാളെ വർഷങ്ങൾക്ക് ശേഷം കാശിയിൽ വെച്ച് അങ്ങനെ കാണുകയുണ്ടായിരുന്നു. എന്താ മൂപ്പർക്ക് കിട്ടിയ ഉറപ്പ്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കൊണ്ട് ചരിക്ക നീ മുക്തനായി, നീ സ്വതന്ത്രനായി ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നടക്കുക. ആശിക്കരുത് ആരുടെയും ധനം. ഒരുത്തൻ്റെ ധനവും ആശിക്കണ്ട, കാമിക്കണ്ട. അനപേക്ഷ, ഒരാളുടെ ഒന്നും അപേക്ഷിക്കാത്തവൻ. അതെന്തൊരു സൗന്ദര്യമാർന്ന ഒന്നാണെന്ന് അറിയൂ. നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊരു വല്ലാത്തൊരു ഈ സ്പിരിച്വാലിറ്റിയിലെ ഈ ഇത്തരം മൂല്യങ്ങൾ നമ്മളേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. എനിക്കൊരാളുടെ ഒന്നും വേണ്ട, നമ്മൾ അങ്ങനെ ഒരു ആവണക്കെണ്ണ കുടിച്ചൊരു നിലപാടുണ്ട് നമുക്ക്. അതൊക്കെ ഒരുമാതിരി മർക്കടമുഷ്ടിയാണെന്ന്. സ്നേഹത്തോടു കൂടിയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരുന്നു കഴിഞ്ഞാൽ അത് മേടിക്കണം. അങ്ങനെയാണ് അത് അതിൻ്റെ ഒരു രീതിയാണത്. അതങ്ങനെയാണത്. അത് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ ഭക്ഷണമാണെങ്കിൽ പ്രത്യേകിച്ചും, നിങ്ങൾ കഴിക്കാത്തതാണെങ്കിൽ, നിങ്ങളിപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിക്കാറില്ല, ക്ഷമിക്കണം എന്ന് പറയാം. അപ്പോൾ അവർക്ക് പറയാം, ഓ എന്നാൽ ഇത് കഴിക്കൂ, ഇത് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ ശരി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്കൊരു പൊട്ടെങ്കിലും എടുക്കാമായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പാണ് കോഴിക്കോട് പോയപ്പോൾ ഇതേപോലെ അവിടെ നിന്നാണ് എമ്പുരാൻ കണ്ടത്. രാത്രി 11:15 ഷോയാണ്. അപ്പോൾ ഏറ്റവും പിറകിലൊരു മൂലയിലാണ് പോയി ഇരുന്നത്. ആ മൂലയിലാണ് സീറ്റ്. അപ്പോൾ നമ്മൾ ഈ അരണ്ട വെളിച്ചത്തിലാണല്ലോ ഉള്ളിലേക്ക് കയറുന്നത്. നമ്മളാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഇത് കാണുക. അപ്പോൾ ഇൻ്റർവെല്ലിന് നമ്മുടെ അടുത്തിരിക്കുന്ന 2 ആൾക്കാർ ഇൻ്റർവെല്ലിന് പുറത്ത് പോയി. പിന്നെ അവർ തിരിച്ചു വന്ന് അവിടെ ഇരുന്ന് പിന്നെ എന്തൊക്കെയോ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തിരുന്ന വിദ്വാൻ നമ്മളോട് പറയുകയാണ്, സ്വാമി ഇത് വെജിറ്റേറിയൻ പബ്സാണ്, എടുക്കണേന്നാണ് ഇവർ പറയുന്നത്. കോഴിക്കോടുകാരൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓ. അപ്പോൾ സ്വാമി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മളെ മനസ്സിലായിട്ടുണ്ട് എന്ന്. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. സ്വാമി സിനിമ കാണാറുണ്ടോ, എപ്പം വന്നു, എന്താ പരിപാടി, ഒന്നുമില്ല, ഒരു ഇതുമില്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തു, അല്ലെങ്കിൽ അവർക്ക് വിഷമമായി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അനപേക്ഷ,
ഒരുത്തൻ്റെ ഒന്നും വേണ്ടടാ എനിക്ക് എന്നുള്ള മട്ട് അതല്ല. നമ്മൾ ഈ അനപേക്ഷ എന്ന് പറയുന്നതിൻ്റെ ഒരു 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 ഡെപ്ത് ഉണ്ട്. എല്ലാ അപേക്ഷകളും നമ്മൾ സമർപ്പിക്കുകയെ, ചോദിക്കാനുള്ളിടത്ത് പോയി ചോദിക്കും, കടം ചോദിക്കും, ആപ്ലിക്കേഷൻ കൊടുക്കും, ഫോം കൊടുക്കും. എന്നിട്ടും നമുക്ക് ഈ ഒരു അനപേക്ഷനായിരിക്കാൻ സാധിക്കുക, അത് ഒരു പരിപാടിയാണ്. രാമകൃഷ്ണദേവൻ പറയുന്ന എണ്ണ പുരട്ടി ചക്ക മുറിക്കുക. ചക്ക നമ്മൾ മുറിക്കും, അപേക്ഷിക്കും, നമ്മൾ എല്ലാ അപേക്ഷയും നടത്തും. പക്ഷേ ആരാണ് നമ്മൾ? അനപേക്ഷനാണ്. ഉടമസ്ഥത ഒഴിയൽ തന്നെയാണ് അനപേക്ഷ. അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക, അന്തശീതളിമ, ആ ഒരു ശാന്തി, ആ ഒരു 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 നിശബ്ദതയുടെ ശാന്തി, അതിൻ്റെ വില, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് നമ്മളിലേക്ക് ഇങ്ങനെ ഓരോരോ മൂല്യങ്ങൾ കടന്നു വരിക? അല്ലെങ്കിൽ ഈ വക മൂല്യങ്ങൾ നമ്മളിലുണ്ടോ? അതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യങ്ങളൊക്കെ. നിശബ്ദത നിങ്ങൾ എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നത്? സൈലൻസ്. നമ്മൾ എന്ത് വിലയാണ് അതിന് കൽപ്പിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചുറ്റുപാടെല്ലാം തന്നെ ഏറെക്കുറെ ശബ്ദ മലിനീകരണം കൊണ്ട് നിറഞ്ഞിരിക്കുക. കോവിഡ് സമയത്തുണ്ടല്ലോ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. സൈലൻസ് ആയിരുന്നു. വെടിപൊട്ടലില്ല, പാട്ട് വയ്ക്കലില്ല, വാഹനങ്ങളുടെ ഹോണടി, ചീറിപ്പായൽ ഇത്യാദികളൊന്നുമില്ല. ശബ്ദത സർവത്ര. എന്ത് രസമാണെന്നറിയാം അത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ട്, അതിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ അനപേക്ഷനായിരിക്കുമ്പോൾ നമുക്കത് അത്തരം നിമിഷങ്ങൾ അതെല്ലാം ഇവിടെ ഉള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല നിങ്ങൾ അത്തരം എക്സ്പീരിയൻസിലൂടെ പോയിട്ടുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് കോവിഡിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എന്താ? കോവിഡ് നിങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നതെങ്കിൽ അല്ലേ, നമ്മളിവിടെ ആശ്രമത്തിൽ ഒറ്റയ്ക്കായിരുന്നു. കല്യാണി പൂച്ചയുണ്ട്, അതിന് 2-3 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്വസ്ഥം, ശാന്തം. നമ്മൾ കോവിഡ് നമുക്ക് പിടിപെട്ടപ്പോൾ കൊച്ചിയിലായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കോവിഡ് വന്നു, അമ്മയെ കാണാൻ പോയി, അമ്മ മരിക്കുന്ന സമയമൊക്കെ അപ്പോഴായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അത് ഈ ആധ്യാത്മികതയിൽ ഊന്നുന്ന ഈ മൂല്യങ്ങളൊക്കെ തന്നെ നമ്മളിൽ പരിശീലിക്കാനുള്ള പ്രധാനപ്പെട്ട ഈ അളവുകോലാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഒറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഒക്കെ കൂട്ടിയിട്ട് തന്നെ നമുക്കിങ്ങനെ വെറുതെ, നിങ്ങളങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യ നാളുകളിലൊക്കെ അങ്ങനെ കടൽ തീരത്ത് പോയി ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്നാലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. നിശബ്ദമായിട്ട് ആ നിശബ്ദതയെ നമ്മൾ അനുഭവിക്കാനൊന്ന് ശ്രമിച്ചു നോക്കും. അതിൻ്റെ പല പല സങ്കേതങ്ങളിലുണ്ട്. അതൊക്കെ ഒരു നമ്മളെ ഭയങ്കര ഒരു ഇതുണ്ടാക്കുന്നതാണ്. മാനസരോവരൻ്റെ തീരത്തുള്ള നിശബ്ദത. നമ്മൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ
അത് നോക്കിയിരിക്കുകയാണെങ്കിൽ, വലിയ തടാകമല്ലേ, തടാകത്തിൻ്റെ തീരത്തുള്ള ആ നിശബ്ദത ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു ഗംഭീരമാണ്. നമ്മുടെ ആദ്യത്തെ നചികേതത്താലിലേക്കുള്ള യാത്ര ഒറ്റയ്ക്കായിരുന്നു. ഉത്തരകാശി ഒറ്റയ്ക്ക്, ഒരു വഴികാട്ടാനുള്ള ഒരുത്തനും ഉണ്ടായിരുന്നു. ശേഷം ഞങ്ങൾ എത്രയോ പേര് യാത്ര പോയിട്ടുണ്ട്. അന്നത്തെ യാത്ര കുറച്ച് ദുർഘടമായിരുന്നു, വഴിയൊക്കെ ഇങ്ങനെ. ഇന്നൊരു വഴിയുണ്ട് പ്രോപ്പറായിട്ട്, അങ്ങനെ പ്രോപ്പർ വഴിയൊന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ തടാകത്തിൻ്റെ തീരത്ത് അതിൽ കുളിച്ചങ്ങനെ ഇരുന്നിരുന്നു രാത്രി. അത് ഏത് നേരവും നിശബ്ദമാണത്. ഇന്നും അത് ഓർക്കുമ്പം നമ്മൾ ആ ഒരു നിശബ്ദതയുടെ അനുഭവം വീണ്ടും നമ്മൾക്ക് വരും. അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്, ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലാണത് കൂടുതലും. പുറത്തു പോയി കഴിഞ്ഞാലും ഇപ്പോൾ ലേക്ക് മിഷിഗൻ്റെ ഒക്കെ തീരത്ത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഷിക്കാഗോ. അതിൻ്റെ തീരത്ത്, ലേക്ക് മിഷിഗൻ്റെ തീരത്ത് വിവേകാനന്ദ സ്വാമികൾ അതിനെക്കുറിച്ച് ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അതായിരുന്നു നമ്മൾ അതിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓ എന്താണ് കടല് പോലെ. ലേക്കാണെന്നൊന്നും ആരും വിശ്വസിക്കില്ല. കടല് പോലെ ഇങ്ങനെ കൂറ്റൻ കപ്പലുകൾ പോകും അതിൽ ഓടിക്കുന്നുമുണ്ട് കപ്പൽ. അതിൻ്റെ അതികാലത്ത് രാത്രി നമ്മൾ താമസിക്കുന്നിടത്ത് അടുത്ത 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അത് ഇപ്പം ഈ തണുപ്പിൽ ഐസ് ഫോം ചെയ്തിട്ട് കാണും. പ്രകൃതി നന്നായി ആസ്വദിക്കുന്ന ആളുകളുണ്ട് അവിടെയൊക്കെ. അവർ ഈ സൈലൻസ്, പൊതുവേ സൈലൻസിന് വലിയ വില കൽപ്പിക്കുന്ന ആളുകളാണ്. അനപേക്ഷ, ഈ അനപേക്ഷതയുടെ മറ്റൊരു മുഖമാണ് നിശബ്ദത. ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. ഒന്ന് പാട്ട് വയ്ക്കുക, അത് വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്തത് ഇവിടെ ഒരു ശബ്ദം കേൾക്കാനില്ലല്ലോ. കാരണം അപ്പോഴൊക്കെ നമുക്ക് എന്താണ് വേണം, പലതും വേണം. ഈ അനപേക്ഷയുടെ മറുവശമാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ മൂല്യം കൽപ്പിച്ചിട്ടുണ്ടോ? ലോകത്ത് അതിന് ഭയങ്കര മൂല്യമുള്ള സാധനമാണ് അത്. ആ സൈലൻസിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ മോട്ടോർ ഹൈവേ ഉണ്ട്. ഈ ഹൈവേയുടെ ചില ഏരിയകളിലൊക്കെ കൂറ്റൻ മതിലുകൾ കാണാം, കിലോമീറ്റർ. അതെങ്ങനെയുള്ള മതിലാണ്? ഒരു പ്രത്യേക രീതിയിലാണ് അതിങ്ങനെ, ഈ ഷീറ്റ് ഇങ്ങനെ അടുക്ക് പ്രത്യേക രീതിയിൽ ഇങ്ങനെ വെച്ചതുപോലെയുള്ള മതിലാണ്. സൗണ്ട് പ്രൂഫ് മതിലാണ്. എന്താ, അപ്പുറത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്നതിന് കുറേ ദൂരത്താണ്. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ശബ്ദം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മുടെ അവിടെയോ നമ്മുടെയൊക്കെ ചില വീട്ടിൽ നിന്ന് കുറേ ദൂരത്തായിരിക്കും റോഡിൽ ഒരു വലിയ കുഴി ഉണ്ടാവും. ഈ കുഴിയിൽ രാത്രിയിലൊക്കെ ലോറിയൊക്കെ പോകുമ്പോൾ പട്ടയ എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഞെട്ടി ഉണരും. ഒരിടത്തും നമ്മൾ പിറ്റേന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ബാംഗ്ലൂരിൽ. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അവിടെ ട്രക്ക് പോകുന്നൊരു പ്രധാനമായിട്ട് ട്രക്കുകൾ പോകുന്ന സ്ഥലമാണ്. അവിടെ വലിയൊരു കുഴിയുണ്ട്. ഈ കുഴിയിൽ ഇത് ഇറങ്ങുമ്പോൾ ഉള്ള ഭയങ്കര ശബ്ദം, ഒരു രക്ഷയില്ല. അതിനെ പഴി പറയണ്ട, നമുക്കിപ്പോൾ അതൊക്കെ രക്ഷപ്പെടാം. നിങ്ങൾ ഈ സൈലൻസിനെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈ അനപേക്ഷ എന്നുള്ള മൂല്യം നമ്മളിലേക്ക് കടന്നു വരും. ഒന്നിനെയും അപേക്ഷിക്കാതിരിക്കുക. ഒരുത്തൻ്റെ ഒന്നും വേണ്ട. ഭാര്യയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഭർത്താവിനെ പ്രതീക്ഷിക്കേണ്ട, കുട്ടികളെ ഒന്നും. ഇത് ഉള്ളിൽ, ഇത് പരസ്യമായിട്ട് എല്ലാവരോടും പറയാനുള്ളതല്ല. നമ്മുടെ നിശബ്ദതയ്ക്ക് നാം കൽപ്പിക്കുന്ന വിലയാണ് ഇവിടെ ഇതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്.
അതുകൊണ്ട് അനപേക്ഷ, ഒന്നും ആവശ്യമില്ലാത്തവൻ. ദക്ഷ, ദക്ഷ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ്. മിടുക്കൻ, മിടുമിടുക്കൻ. സമർത്ഥൻ, നമ്മുടെ മലയാളത്തിൽ സമർത്ഥൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. അവനാൾ നല്ല സമർത്ഥനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ ആൾ കേമനാണെന്ന്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് തട്ടിയെടുക്കുന്ന ആൾ. ഇവിടെ അതല്ല. അങ്ങനെയുള്ള ഒരുത്തൻ്റെ എന്താ പറയുക പേരല്ല സമർത്ഥൻ എന്ന് പറയുന്നത്. ശുചി, ശുചിത്വമുള്ളവൻ. ശരീരശൗചം, വാക്ശൗചം, കർമ്മശൗചം, കുലശൗചം. ശൗചം പഞ്ചവിധം സ്മൃതം മഹാഭാരതത്തിൽ പറയും. എല്ലാ നിലയിലും ശുചിത്വമാർന്ന, ശുചിയുള്ളവൻ, ശുചി. ഉദാസീന, പക്ഷപാതരഹിതൻ. ഒരിടത്തും പക്ഷം പിടിക്കാനില്ല. ഇടതുപക്ഷത്തും ഇല്ല, വലതുപക്ഷത്തും ഇല്ല. ഒരേ ഗതവ്യത, വ്യതകളെല്ലാം ഗതമായിട്ടുള്ളവൻ. ഒരു വ്യതയും അല്ലലും അലട്ടും ഒന്നുമില്ല. എല്ലാ വ്യതയും ഗോൺ. ഗതവ്യത. സർവാരംഭ പരിത്യാഗി, ബെസ്റ്റ്. അക്ഷരാർത്ഥത്തിൽ അത് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. സർവ ആരംഭ പരിത്യാഗി. എന്താണ് സർവ ആരംഭ? എന്ത് തുടങ്ങുന്നു അപ്പം തന്നെ അതിനെ ത്യജിക്കുന്നവനാ. സകല പ്രയത്നങ്ങളും ഉപേക്ഷിച്ചവനെന്നാ. അതൊരു നെഗറ്റീവ് മീനിങ്ങാണ് വരിക. എന്താ ഇതിൻ്റെ താല്പര്യം? സർവ ആരംഭത്തിൽ നമുക്കുണ്ടാവുന്നത് എന്താ? ഞാൻ, എൻ്റേത്, എനിക്ക്. അതിനെ ത്യജിച്ചവനാ. ഇതുണ്ട്, കർമ്മമുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് ഞാനെന്നും എൻ്റേതെന്നും ഇല്ല, ഉപേക്ഷിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സർവാരംഭ പരിത്യാഗി. ഇങ്ങനെ ആരുണ്ട്? യഹ, യാതൊരുവൻ. മദ്ഭക്ത മേ പ്രിയ. അവൻ എൻ്റെ ഭക്തനാണ്, എനിക്ക് പ്രിയപ്പെട്ടവനുമാണ്. അടുത്ത ലിസ്റ്റിൽ വായിച്ചതാണ്. ഇതിൽ നമ്മൾ കയറിക്കൂടിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ നിശബ്ദതയുടെ വിലയറിയാൻ ഒരു ശ്രമം നടത്തൂ. രാത്രിയൊക്കെ വെറുതെ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ എന്താണെന്നറിയാം, തൊട്ട അപ്പുറത്തെ വീട്ടിലെ ടി വി വെച്ചത് ഇതെല്ലാം ഒന്ന് അണയണം. അണഞ്ഞു കഴിഞ്ഞ് നോക്കൂ, ദൂരെയുള്ള നായ ഊരിയിടുന്നതും ഒന്നുമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. വല്ല വീടിൻ്റെ തൊട്ടടുത്ത് വല്ല കുന്നോ അങ്ങനെ എന്തൊക്കെയാ അതിൻ്റെ മുകളിൽ പോയിരിക്കുക. ഏടാകൂടങ്ങളിലേക്കൊന്നും പോകരുത്. പോലീസ് വന്നാൽ ഞാൻ നിശബ്ദതയ്ക്ക് വിലയിടാൻ വേണ്ടി ഇറങ്ങിയതാണ് സാറേ, ആ സ്വാമി പറഞ്ഞിട്ട് വാ നടക്ക്, നിനക്ക് നല്ലൊരു നിശബ്ദമായൊരു സ്ഥലം ഞാൻ തരാം. ലോക്കപ്പിൽ അവിടെ നല്ല നിശബ്ദതയായിരിക്കാം. ഏടാകൂടങ്ങളിലേക്കൊന്നും പോകണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഇത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും, രാത്രിക്കൊരു സൗന്ദര്യമുണ്ട് വേറെ തന്നെ. അവിടെ സൂര്യൻ്റെ അസാന്നിധ്യവും നിശബ്ദതയ്ക്ക് ഒരു മാനം നൽകുന്ന ഒന്നാണ്. വെളിച്ചമില്ലേ, അനപേക്ഷത എന്ന് പറഞ്ഞാൽ അതാണ്. വെളിച്ചത്തെ ഞാൻ എന്താ പറയുക, അപേക്ഷിക്കുന്നില്ല. വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തിനിത്? ഇരുട്ടിനെയൊക്കെ ഭയക്കുന്നവൻ ആരാന്നറിയോ? ഈ പറഞ്ഞ പോലെയാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉള്ളവരാണ് ഇരുട്ടിനെ ഭയക്കുന്നത്. അനപേക്ഷന് ഇരുട്ടിനെ ഭയക്കില്ല. കാരണം എന്താ? ഇതാണ്, ഞാനതിനെ അപേക്ഷിക്കുന്നില്ല. അതൊരു നിങ്ങളൊന്ന് അഭ്യസിച്ച് നോക്കൂ. ഒരുപാട് പേര് അതിൻ്റെ സൗന്ദര്യം നന്നായി അനുഭവിക്കുന്നവരുണ്ടാകാം. ഇനി ഇല്ലാത്തവർ പരിശീലിക്കും, ശ്രമം നടത്തും.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ പേടിയാവും നമുക്ക്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഫോണുമായിട്ട് ഇരുന്ന് നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താണെന്നറിയോ, ഉടനെ ഫോൺ എടുത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. വെറുതെ ഓരോ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലുമൊക്കെ ഇങ്ങനെ ആരോ പറഞ്ഞതുപോലെ വെറ്റിലയിൽ 100 തേക്കുന്നത് പോലെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് ഭഗവാൻ പറയുന്നു, യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാൻ യഃ സ മേ പ്രിയഃ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി. അടുത്ത ലിസ്റ്റ് എന്താണ്? യഹ ന ഹൃഷ്യതി, വല്ലാതെ അങ്ങോട്ട് സന്തോഷിക്കുക, മതിമറന്ന് സന്തോഷിക്കുക, ബുദ്ധി അത് വേണ്ട എന്ന് പറയാം. അതുപോലെ തന്നെ ന ദ്വേഷ്ടി, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര ഒക്കെ പറഞ്ഞതാണ്. എന്നാലിവിടെ വീണ്ടും ന ദ്വേഷ്ടി, ഒന്നിനെയും ദ്വേഷിക്കാത്ത, ന ശോചതി, ദുഃഖമില്ലാത്ത. ഇത് ഏതു നേരം ദുഃഖിയ. ശാരദ എന്ന് പറയുന്ന സിനിമാ നടി ഉണ്ടല്ലോ, അവരെ മലയാളികൾ കൊടുത്ത ടൈറ്റിൽ ദുഃഖപുത്രി എന്നാണ്. അവർക്കത് ദേഷ്യമാണ് അങ്ങനെ പറയുന്നത്. അവരൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു പേര് എനിക്ക് നൽകിയത്? ശരിയത്, അവരങ്ങനെയുള്ള കുറേ സിനിമകൾ അത്തരം കഥാപാത്രങ്ങൾ അഭിനയിച്ചത് കൊണ്ടായിരിക്കാം. ന ശോചതി ന കാംക്ഷതി, നേരത്തെ പറഞ്ഞ അനപേക്ഷ. വീണ്ടും ന കാംക്ഷതി, ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും വേണ്ട. ശുഭാശുഭ പരിത്യാഗി, ശുഭത്തെയും അശുഭത്തെയും പരിത്യജിച്ച ആളാണ്. അങ്ങനെ ആരുണ്ടോ, ഭക്തിമാൻ സഹ മേ പ്രിയ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. തുടർന്ന് ഭഗവാൻ പറയും, അടുത്ത 2, 18, 19 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. സമ ശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. അവസാനത്തെ ലിസ്റ്റാണ്. ഒറ്റയടിക്ക് അങ്ങോട്ട് ഭഗവാൻ പറയാം. സമ ശത്രൗച മിത്രേച്ച, ശത്രുവാകട്ടെ മിത്രമാകട്ടെ, രണ്ടും എന്താണ്? നാം കാണേണ്ടത് ഇവർ രണ്ടും, ഒരുത്തൻ വളരെ മോശക്കാരൻ, ഒരുത്തൻ കേമൻ എന്നല്ല. രണ്ടുപേരെയും കാണുന്നു, അത്ര തന്നെ. സമം ഹി ബ്രഹ്മ, ഇവരൊക്കെ ബ്രഹ്മം തന്നെ. അതുകൊണ്ട് സമ. അതുപോലെ തഥാ മാനാപമാനയോഹോ, മാനം അവമാനം. ഇന്ന് നമ്മുടെ സുഹൃത്ത് എറണാകുളത്തുള്ള വക്കീൽ നമ്മുടെ നാരായണൻ നമ്പൂരി, മൂപ്പര് നമുക്കൊരു നല്ല എന്താ പറയുക, വാട്സാപ്പിൽ മൂപ്പര് നല്ല ചില സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള, ഞങ്ങൾ എന്തിനീ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. ഗീതയുടെ വേറൊരു സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മൂപ്പര് ഷെയർ ചെയ്യും, നമ്മളും അതുപോലെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്ന് ഒരു ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. ഒരു ഇൻ്റർനാഷണലി ഫിഗറായിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ ആരാണെന്ന് നമ്മൾ ഓർക്കുന്നില്ല, പക്ഷെ അവർ പറയുന്നതാണ്, അതായത് നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടതൊക്കെ ശരിയാണ്, എന്തൊക്കെയോ കോൺട്രവേഴ്സി ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ ഉഗ്രം ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ ശരിയാണ്, നിങ്ങൾ വിശ്വസിച്ചോളൂ.
നിങ്ങളും അതിലേക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളതും കൂടെ ആഡ് ഓൺ ചെയ്ത് നിങ്ങളതിൽ എന്താ പറയുക സന്തോഷം കണ്ടെത്തിക്കൊള്ളൂ എന്നുള്ളതാണ്. ഒരു നമ്മളെ വിമർശിക്കുന്നവരോട് നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്താ, നിങ്ങൾക്കതിൽ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അയ്യോ ഞാൻ ഇങ്ങനെയല്ലേ എന്ന് പറയാൻ നടക്കുന്നത്? എൻ്റെ ആവശ്യമില്ല. നമ്മൾ നിങ്ങളോട് അനുഭവമാണ് പറയണം. നിങ്ങൾ ആരെങ്കിലും 4.5 വർഷത്തിൻ്റെ ഇടയിൽ കേട്ടിട്ടുണ്ടോ ഇവരൊക്കെ ഇങ്ങനെ നമ്മളെ പേര് പറയുന്നുണ്ട്, ആശ്രമത്തിൽ കാറ് കത്തിച്ച് സ്വാമി തന്നെയാണെന്ന്? നിങ്ങളോട് നമ്മൾ ആരെങ്കിലും വന്ന് പറഞ്ഞോ അല്ല എന്ന് പറയാൻ? നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയണം. അതൊക്കെ അവരുടെ പ്രാരബ്ധം എന്നേ നമ്മൾ പറഞ്ഞിട്ടു. കഴിഞ്ഞിട്ടല്ലേ പോലീസ് 4.5 വർഷത്തിന് ശേഷമല്ലേ പ്രതികളെ പിടിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലാവുന്നതും ഒക്കെ. ഇതെല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവരെന്ത് വിചാരിക്കുമല്ലോ എന്നെക്കുറിച്ച്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. നമുക്ക് ഏറ്റവും നല്ല അവസരമാണ് എന്ത്, നമുക്ക് പ്രിയപ്പെട്ടവരെന്നുള്ളവർ ആരാണെന്ന് തിരിച്ചറിയാൻ. അതിലും വലിയ നല്ല അവസരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. അത് ഏതൊരാളുടെ കാര്യത്തിലും അങ്ങനെയല്ല. നമ്മളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഭാഗം. അല്ലാണ്ട് പിന്നെ എന്താ വേണ്ടത്? നമ്മളെപ്പോഴും സമീപിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കൃത്യമായി നമുക്ക് ഒരു ഇത് കിട്ടുമല്ലോ. അങ്ങനെയുള്ളവരുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലയിടത്തുനിന്ന് ഒന്നും അതുണ്ടാവില്ല. അപ്പം നമുക്ക് ഈ രണ്ടും വരുമ്പോൾ എന്തു വേണം? മാനാപമാനയോഹോ. മാനമാണെങ്കിലും അവമാനമാണെങ്കിലും രണ്ടും. മറ്റേതിലും ഭയങ്കരമായിട്ട് ഇതാവേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആകുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പേടിക്കേണ്ടത്. ഇന്ന് എന്താ പറയുക, രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. ഇനി കൈലാസ യാത്രയ്ക്ക് വേണ്ടുന്ന കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഹിമാലയത്തിൽ പോയിട്ട് നടന്ന് കാലൊരു പരുവത്തിലായതിനു ശേഷം നടക്കൽ നിർത്തിയതാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നുണ്ടായൊരു സംഭവം പറയാം. അപ്പോൾ നമ്മളിവിടുന്ന് ആശ്രമത്തിൽ നിന്ന് അവിടെ ഈ മിലിറ്ററിയുടെ അപ്പുറത്ത് വണ്ടി വെച്ചിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടക്കും. അവിടെ ആ മാർക്കറ്റിൽ നിന്ന് വരെ നടന്ന് തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ ഇവിടെ ഈ കല്യാണിക്ക് നമ്മൾ കല്യാണി മാച്ചോ ഇതിന് ഇടയ്ക്ക് മീൻ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഫുഡും തീർന്നിരിക്കുക. അപ്പോൾ ഈ നമ്മൾ പോകാൻ നേരത്ത് തന്നെ രാവിലെ തന്നെ എണീറ്റ് രണ്ടും ഭയങ്കര സ്നേഹപ്രകടനവും. അതിൻ്റെ ആവശ്യം ഇതാണ്, ഒന്നുമില്ല ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഞങ്ങളെ പട്ടിണിക്ക് ഇടുന്നത് എന്നൊക്കെയുള്ള മട്ടിൽ കരച്ചിലൊക്കെ ഉണ്ട്. ഈ പ്രഭാഷണം നടത്തുമ്പോൾ തന്നെ വന്ന് ഇടങ്കോലിടാറുണ്ട്. നിങ്ങൾ ചിലപ്പം കേൾക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അവിടുന്ന് അതിനൊരു പാത്രത്തിലൊക്കെയാണ് മേടിച്ചു കൊണ്ടുവരിക. പാത്രമൊക്കെ എടുക്കാൻ മറന്നുപോയിട്ട് അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് അറിയാം നമ്മുടെ പൂച്ചയുടെ കാര്യം. അവർക്ക് അതിൻ്റെ പേര് വരെ അറിയാം. അപ്പോൾ ഈ ചെറിയ നത്തോലി എന്ന് പറയുന്ന സാധനത്തിൻ്റെ തല കട്ട് ചെയ്തിട്ട് അവർക്ക് വേസ്റ്റാണത്. അവരെന്തിനേയും കൊടുക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുന്നതായിരിക്കാം ചിലപ്പം. ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്കും നായയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അതുമായിട്ട് തിരിച്ച് നടന്ന് വരികയാണ്. അപ്പോൾ വഴിയിൽ നിന്ന് ഒരാളെ കണ്ടു. അപ്പോൾ അത് നിന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. എന്തൊക്കെയാണ് സ്വാമി, കുറേ കാലമായല്ലോ കണ്ടിട്ട്, നടപ്പൊന്നും ഇല്ല ഇപ്പോൾ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ല വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഇത്? കണ്ടാറ ഇതിങ്ങനെ മീനാണെന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ അപ്പോൾ വേറൊരാളും ഉണ്ട് അങ്ങനെ നോക്കുന്നുണ്ട്. പറഞ്ഞു ആശ്രമത്തിൽ പൂച്ചയ്ക്കുള്ള ഞാനും വിചാരിച്ചത് എന്താണ് സ്വാമി ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളോട് എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അനുഭവമാണല്ലോ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. ഇത് മേടിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവരൊക്കെ ഇനി നമ്മളെക്കുറിച്ച് എന്ത് കരുതും? ഇതങ്ങനെ
നോക്കൂ, നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് ഇറക്കി വിട്ടാലുണ്ട്, അതൊക്കെ അവരുടെ പ്രാരബ്ധം എന്ന മട്ടിൽ നമ്മളത് കരുതുക. എന്ത് സമാധാനം ഉണ്ടാവും എന്നറിയോ നിങ്ങൾക്ക് ജീവിക്കാൻ? ഇത് നമ്മളെന്താണെന്ന് അറിയോ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ നോക്കാം. നിങ്ങളെന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അല്ലാത്തത് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യം നിങ്ങളെന്തിരുന്നേ മറ്റുള്ളവരെ കണക്കിലെടുക്കണം. ലോകത്തെ അവർക്ക് വേറെ ഓരോ ഇതായിരിക്കും, അവരിതൊന്നും ആയിരിക്കില്ല നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, വേറെ അവർക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്. നമ്മളിതൊരു സന്ദർഭവശാൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഇന്ന് രാവിലത്തെ കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ അനാവശ്യമായിട്ട് കൊണ്ടുവരുന്ന ഒന്നുണ്ട് ഓരോ കാര്യത്തിലും, കുട്ടികളോടും അവരോട്. ആൾക്കാരെന്ത് വിചാരിക്കും? എനിക്കതാണേ, ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയും. ആര്? ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും, ഏതാൾക്കാരാ അമ്മേ എന്ന്. അപ്പോഴേക്കും തമ്മിൽ വർത്തമാനം തെറ്റും. നമ്മൾ കുറച്ചുകൂടെ നമ്മളോട് സഹവർത്തിത്വത്തിൽ ജീവിക്കുകയാണെങ്കിലുണ്ടല്ലോ, അതാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, മാനാപമാനയോഹോ, നമ്മളെക്കുറിച്ച് പുകഴ്ത്തി നമ്മളെ ഇകഴ്ത്തി. എന്തിന് പുകഴ്ത്തൽ വരുമ്പോഴേ അറിഞ്ഞോളുക, ഇകഴ്ത്തലും ഉണ്ട്. വെറും ലൈക്കിൻ്റെ പിറകെ പോകണ്ട, ഡിസ്ലൈക്കും ഉണ്ട്. തുല്യമാക്കുക അതിനെ. ശീതോഷ്ണ സുഖ ദുഃഖേഷു, ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇത്യാദികളൊക്കെ വരുമ്പോൾ അതിനോട്. സംഘവർജിത, സംഘങ്ങളെല്ലാം ഉപേക്ഷിച്ചേക്കണം. അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ കൂടെ കഴിയുമ്പോഴും, നേരത്തെ പറഞ്ഞ താമര ഇതെല്ലാം വെള്ളത്തുള്ളി പോലെ, ഒട്ടൽ വേണ്ട. തുല്യനിന്ദാസ്തുതി, സ്തുതിയായാലും നിന്ദയായാലും തുല്യമാക്കുക. മൗനി, നേരത്തെ പറഞ്ഞ പ്രതീക്ഷകളകന്ന മനസ്സിൻ്റെ ഭാവമാണ് മൗനം. നിശബ്ദതയെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ മൗനി. അല്ലാതെ എന്ന് പറഞ്ഞ് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല. ഏന കേനചിത് സന്തുഷ്ട, എന്താണോ കിട്ടുന്നത് അതിൽ സന്തോഷമാണ്. അനികേത, നികേതമില്ലാത്തവൻ. സ്ഥിരമായിട്ടൊരു വീട്ടിലിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നികേതത്തിന് കൂടുതൽ അത് വേണം, ഇത് വേണം, ഇത് ശരിയായില്ല, അത് ശരിയായില്ല ഇല്ല. അനികേത. സ്ഥിരമതി, ബുദ്ധിക്കൊരു സ്ഥിരത ഉണ്ടാവുക. ഇതിരിക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന്, കിടക്കുമ്പോൾ തോന്നും നടക്കണമെന്ന്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഭക്തിമാൻ നരഹ മേ പ്രിയ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഭക്തിമാൻ ഉണ്ടെങ്കിൽ അവനൊക്കെ എന്താണ്? എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റ് ഭഗവാൻ വീണ്ടും നിരത്തി അവസാനത്തത്. ഇനി അധ്യായത്തെ ഉപസംഹരിക്കുന്നു ഭഗവാൻ. യേതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാ മത്പരമാഃ ഭക്താസ്തേതീവ മേ പ്രിയാഃ. യേതു, ആരൊക്കെയുണ്ടോ അവരൊക്കെ, യഥാ ഉക്തം, ഇപ്രകാരം എന്നാൽ പറയപ്പെട്ടിട്ടുള്ള ഇതം ധർമ്മ്യാമൃതം. ഇതെന്താണ്? ധർമ്മ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠാനത്തിന് യോഗ്യമാണ്, അമൃതമാണ്, മരണമില്ലാത്തതുമാണ്. അങ്ങനെയുള്ള ഇത് ശ്രദ്ധധാനാഹ, ആർക്കാണോ ശ്രദ്ധയുള്ളത് അവർക്ക്, മത്പരമാ, എന്നെ പരമമായി ആരാണ് സങ്കല്പിച്ചിരിക്കുന്നത് അവർക്ക്, അവരെ സംബന്ധിച്ച്. അങ്ങനെ ആരാണ് എന്നെ പര്യുപാസതേ പ്രകർഷേണ നന്നായി ഉപാസിക്കുന്നത്? തേ ഭക്താഹ, ആ ഭക്തന്മാർ മേ അതീവ പ്രിയാഹ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ഭക്തിയോഗോ നാമ 12 അങ്ങനെ 12-ാം അധ്യായം ഭക്തിയോഗം സമാപിച്ചു. ഇവിടെയാണ് തത്പദ ത്വംപദ നിരൂപണത്തിന് ഒരു പൂർണ്ണ സമാപ്തി ഉണ്ടായിട്ടുള്ളത്. ഇനി അസി എന്നുള്ളതിൻ്റെ, അസിക്ക് ഒരു തുടക്കം ഇങ്ങനെ കഴിഞ്ഞ അധ്യായത്തിലൊരു അതിൻ്റെ ലാഞ്ചനയിലൂടെയാണ് പോയത്. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അസിയിലാണ്, ആകുന്നു
എന്നുള്ളതിലാണ്. ഇനി അതിലാണ് ഊന്നൽ. ക്ഷേത്രജ്ഞ വിഭാഗയോഗം 13-ാമത്തെ അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഒരുപാട് നമ്മളേക്ക് ഉള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട് കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ 13-ാം അധ്യായത്തിൽ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് ആ സമയത്ത് നോക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.